സാധാരണയായി നമ്മൾ പൗഡർ ഉപയോഗിക്കുന്നത് മുഖത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ? ഇനി മുതൽ നമുക്ക് മുഖത്തിൻ്റെ ഭംഗി മാത്രമല്ലല്ലോ, കുറേ കാര്യങ്ങളുടെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഈ പൗഡർ ഉപയോഗിക്കാം കേട്ടോ. സൗന്ദര്യം മുഖത്തിന് മാത്രമല്ല, കുറേ വസ്തുക്കൾക്കും സൗന്ദര്യം കൂട്ടിയെടുത്താലോ. അതും വീട്ടിൽ എക്സ്പയറായ പൗഡർ ഉണ്ടെങ്കിൽ അതിനെ കളയേ വേണ്ട. അത് നമുക്ക് കുറേ സൗന്ദര്യം കൂട്ടാനായിട്ട് തന്നെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറേ ടിപ്പുകൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പൗഡർ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇത്രയും നാൾ അറിയാതെ പോയതായ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും ഞാനും അറിഞ്ഞതാണ്. അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിലിങ്ങനെ ചീപ്പുകളുണ്ടല്ലോ, ഇത്തിരി അഴുക്കായിരിക്കുന്ന ചീപ്പുകളുണ്ട്. നമ്മൾ സാധാരണ വെള്ളത്തിൽ കുതിർത്തിട്ട് തേച്ച് കഴുകി എടുക്കാറാണ് പതിവ്. ഇനി മുതൽ നമുക്ക് അങ്ങനെ തേച്ച് കഴുകി എടുക്കണ്ട. ഇതുപോലെ ഒരു എക്സ്പയറായ പൗഡർ മതി കേട്ടോ ഇതിന്. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുമല്ലോ, എക്സ്പയറായ പൗഡർ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. ഇനി അത് കളയണ്ട. അതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഇതേ ചീപ്പിലെ പല്ലിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് ഇതുപോലെ പൗഡർ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ നേരിട്ട് കാണാമല്ലോ, ആ ചീപ്പിലെ അഴുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. എത്ര ചീപ്പുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് പൗഡറാണ്, നമുക്ക് വേറെ ദൂഷ്യഫലങ്ങളില്ല. കയ്യിൽ പറ്റുന്നതിൽ കുഴപ്പമില്ല. വെള്ളത്തിലിട്ട് നനയ്ക്കേണ്ട കാര്യമില്ല. കഴുകി നമുക്ക് അത്രയും ബുദ്ധിമുട്ടണ്ട. വളരെ ഈസി ആയിട്ട് അഴുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ആ പൗഡർ ഒരു തുണി കൊണ്ട് ആ ചീപ്പൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ആ പൗഡറും പോയി കിട്ടും, നമുക്കുള്ള ചീപ്പും വൃത്തിയായി വരും. ലാസ്റ്റ് നമുക്ക് ഈ വന്ന അഴുക്കെല്ലാം കൂടെ ചുരുട്ടിയെടുത്ത് കളയുന്ന ജോലി മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമ്മളെ പണിയും തീരും. നമുക്ക് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം. വീട്ടിൽ ഈ വേസ്റ്റായിരിക്കുന്ന, അതായത് എക്സ്പയറായ പൗഡർ നമുക്ക് ഉപയോഗമില്ലാതെ കളയേണ്ടി വരില്ല. നമുക്കിങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ പൗഡർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് ഞാൻ കാണിക്കാം. അത് ഞാൻ ഉപയോഗിക്കുന്ന പൗഡറാണ് കേട്ടോ, എക്സ്പയറായ പൗഡറല്ല. നമ്മുടെ മുടിയിലൊക്കെ ചില സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഉടക്ക് വരാറില്ലേ? ഉടക്ക് ഇറക്കാൻ കുട്ടികളുടെ തലയിലൊക്കെ നമ്മൾ ചീപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് വേദനിക്കുകയും അവർ സമ്മതിക്കാറൊന്നും ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാറും ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് പൗഡർ ആ മുടിയിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പല അകലമുള്ള ചീപ്പ് വെച്ച് ഒന്ന് പതിയെ ഒന്ന് കോതിയാൽ നമുക്ക് നന്നായിട്ടൊന്ന് ചീകിയെടുത്താൽ മതി കേട്ടോ. ആ ഉടക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പൗഡർ ഇട്ടേക്കുന്നതുകൊണ്ട് മുടിയുടെ ഇടകളിൽ നിന്ന് നല്ല സ്മൂത്തായിട്ട് ചീപ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയിട്ട് നന്നായിട്ട് ചീകി എടുക്കാൻ പറ്റും. തല നന്നായിട്ട് ഒതുങ്ങി വരും. പിന്നെ കുട്ടികൾക്ക് വേദനിക്കത്തുമില്ല കേട്ടോ. ഇത് പണ്ടൊക്കെ എനിക്ക് 1-2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3-4 ദിവസം കുളിക്കാനൊന്നും സമ്മതിക്കാതിരിക്കുമ്പോൾ മുടിയിൽ ഉടക്ക് വരുമായിരുന്നു. അന്ന് എൻ്റെ തല വേദനിക്കാതിരിക്കാൻ അമ്മ ഇതുപോലെ പൗഡർ ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചീകി മുടി പിന്നിയൊക്കെ വെച്ച് തരുമായിരുന്നു. അന്നൊക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, മുടിയിൽ ഇങ്ങനെ പൗഡർ ഇടല്ലേ ഇടല്ലേ എന്ന്. പിന്നീട് അത് ചെയ്തു വന്നപ്പോഴാണ് ഇത് എന്തുമാത്രം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായത്. ഇപ്പോഴും നമുക്ക് കുട്ടികൾക്ക് 2 ദിവസം തല നനയ്ക്കാതിരിക്കുമ്പോഴോ പനി വരുമ്പോഴോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴോ ഒക്കെ ഉടക്കാകുമ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാൽ, നമുക്ക് ഇതുപോലെ എക്സ്പയറായ പൗഡർ മതി കേട്ടോ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. ഈ പൗഡറും വെള്ളവും കൂടെ മിക്സായി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പൗഡർ ഇങ്ങനെ മുകളിലായിട്ട് കിടക്കത്തേ ഉള്ളൂ. അത് കാര്യമില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ കലക്കി എടുത്തിട്ട് കൈകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. എന്തായാലും കലങ്ങി കിട്ടത്തില്ല. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ, സ്റ്റൗവിലിങ്ങനെ അഴുക്കായിരിക്കുന്ന സമയത്ത് നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഈ പൗഡർ വെള്ളവും കൂടെ ചേർത്ത മിശ്രിതം നമ്മളിതിൻ്റെ പുറത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 2 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ അപ്പോഴത്തേക്ക് ഈ ന്യൂസ് പേപ്പർ കുതിർന്ന് പോകും. അതങ്ങ് കളഞ്ഞിട്ട് വേറെ ന്യൂസ് പേപ്പർ എടുത്ത് ദേ ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. മീൻ വറുത്തിട്ടൊക്കെ അതിൻ്റെ പുറത്ത് മീനിൻ്റെ മണമൊക്കെ ഉണ്ടാവും. ആ മീൻ മണം മാറാനും വളരെ നന്നായിട്ട് ക്ലീനായി ഗ്ലേസിങ്ങോട് കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഭംഗിയാവുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗവിൻ്റെ മുഖവും നമുക്കൊന്ന് മിനുക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെയും ഭംഗി കൂട്ടാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഈ പൗഡർ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ വേണ്ട, എക്സ്പയറായ പൗഡർ മാത്രം മതി. നമുക്ക് എത്ര ഭംഗിയായിട്ട് നമുക്ക് അവിടെ ആ കൗണ്ടർ ടോപ്പും അതിൻ്റെ സൈഡിലുള്ള ഭിത്തിയിലെ ടൈലും ഒക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നമ്മുടെ സിങ്ക് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീനൊക്കെ കഴുകിയിട്ട് മീൻ മണം മാറാനായിട്ടായാലും
പ്ലേറ്റ്സൊക്കെ കഴുകിയിട്ടുള്ള എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും നമുക്ക് ഈ പൗഡർ കുറച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഒരു ഞാൻ സാധാരണ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന മിൽമയുടെ കവറാണ്. ആ കവർ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തായാലും ഈ പാൽ കവർ ഏറ്റവും നല്ലതാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. അത് വെച്ചൊന്ന് തേച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. വളരെ നന്നായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊരു പഴയ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ചീപ്പ് എടുക്കുക. ആ ചീപ്പ് എടുത്തിട്ട് അതിന് നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന, അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു തുണിയെടുത്ത് ചീപ്പിന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു കിനിയിലായിട്ട് ഇതുപോലെ കുറച്ച് പൗഡറും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിശ്രിതമാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതേപോലെ ഒന്ന് വാഷറിൻ്റെ സൈഡിലും ഇങ്ങനെ അഴുക്ക് കയറിയിരിക്കില്ലേ, അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ചീപ്പാണ് ഏറ്റവും നല്ല വസ്തു. കാരണം ചീപ്പിൻ്റെ പല്ല് മാത്രമേ അതിൻ്റെ ഇടയിലൂടെ കയറി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടൂത്ത് ബ്രഷ് കൊണ്ടൊന്നും ഇത്രയും ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അത് ഈ പൗഡറും കൂടെ വെച്ചിട്ട് ആണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നല്ല തിളക്കത്തിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യും. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ. കാരണം അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ് ഞാനിതിൽ കാണിക്കുന്നത്. നമ്മളെ വീട്ടിലിരിക്കുന്ന അത് വെറുതെ കളയുന്ന പൗഡറൊക്കെ മതി. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോഴും ഞാൻ ഇതിൽ കാണിച്ച ടിപ്പുകളൊക്കെ, പൗഡർ കൊണ്ടുള്ള ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൽ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ഉപയോഗിച്ച് നോക്കണേ. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.